ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഏച്ചിൻ്റെ വീട്ടിലാണുള്ളത്. അവിടെയുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം. ബേർഡ്സ് നായ അങ്ങനെ എല്ലാത്തിനെയും ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഈ സ്ഥലം വരുന്നത് പാനൂർ പൂക്കോമാണ്. അപ്പോൾ ഇവിടെയാണ് വീടെടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് ഇവിടുത്തെ നായിനെയാണ്. ഇവിടുത്തെ എച്ചിൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയത്തിൻ്റെ നായാണിത്. അപ്പോൾ ഇതായിട്ട് അത്ര വലിയ അറ്റാച്ച്ഡ് ഒന്നല്ല. ആള് ഛത്തീസ്ഗഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നൊരാളാണ് ഈ ഒരു നായി. ഇത് ഫീമെയിലാണ്. അപ്പോൾ ഇതിൻ്റെ ബ്രീഡ് വന്ന ഏതാണെന്ന് അറിയത്തില്ല. ഡോക്ടർ പറഞ്ഞത് ഇതൊരു മിക്സഡ് ബ്രീഡാണ്, റോട്ടിൻ്റെ മിക്സ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ബൈറ്റിംഗ് പവറൊക്കെ അത്ര തന്നെയുണ്ട്, നല്ല ബുദ്ധിയാണ്. ഇവൾ ഇന്നെന്തോ ഭയങ്കര കാമായിട്ട് നിൽക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നല്ല, നമ്മൾ കൈ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കൈയിടുന്നവരെ ഭയങ്കര നല്ല സ്വഭാവമായിരിക്കും ഉണ്ടാവുക. പക്ഷേ കൈയിട്ട് അതിന് തൊടാൻ നിന്ന് കഴിഞ്ഞാൽ നല്ല കടി വെച്ച് തരും. പിന്നെ ഇതിൻ്റെ കൂട് വന്നിട്ട് ഇങ്ങനെ ഫുൾ ഗ്രില്ല് വെച്ചിട്ട് നെറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇവിടെ നല്ല ഈ കുറുക്കൻ്റെ ഒക്കെ ശല്യമുണ്ട്. പിന്നെ ഇവർക്ക് ഷീറ്റ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് തട്ടി 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 ആൾക്കാർക്ക് മൊത്തം ശല്യമാക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പം ഇവർക്ക് ഒരു സേഫ്റ്റിയാണ്. അടുത്ത കാണിക്കാൻ പോകുന്നത് ഒരു ഏവിയറിയാണ്. ഇത് വന്ന് അത്ര വലിയതൊന്നുമല്ല, ഒരു ചെറിയത്, അത്യാവശ്യം ഒരു കുറച്ച് വണ്ണമുള്ളത്. ഇത് വന്നിട്ട് ഏച്ചിൻ്റെ ഐഡിയയിൽ ഉണ്ടാക്കിയതാണ്. ഇപ്പം ഇതിന് 2 ഡോറുണ്ട്. ഇതിന് 2 എണ്ണത്തിനും ഫ്രണ്ടിലും ബാക്കിലും ലോക്ക് ചെയ്യാനുള്ളതുണ്ട്. അങ്ങനെ ആകുമ്പം പക്ഷികൾ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരില്ലല്ലോ, നമുക്ക് ലോക്ക് ചെയ്ത് നിൽക്കാം. പിന്നെ ഇതാണ് ഏച്ചിൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ. വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ വേഗം അകത്തേക്ക് പോയതാണ്. അപ്പം ഇവിടുന്ന് ഇനി പനിക്കുറുക്ക പറിക്കാം. അപ്പോൾ പനിക്കുറുക്ക പറിക്കുകയാണെങ്കിൽ നമുക്ക് പക്ഷികൾ പെട്ടെന്ന് തന്നെ കയ്യിൽ വരും. അതിന് കൊടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പം കയറിയിട്ട് കുറേ ആയി അവിടെ ചെന്നിട്ട്. അപ്പം പിന്നെ എല്ലാവർക്കും ഞാനായിട്ടുള്ള ടച്ചൊക്കെ വിട്ടുപോയിട്ടുണ്ട് എല്ലാ പക്ഷികൾക്കും. അതുകൊണ്ട് ഒരു പേടിയിൽ ഇങ്ങനെ നിൽക്കുന്നൊക്കെ ഉണ്ട്. അത് നമുക്ക് അകത്ത് കയറി കഴിഞ്ഞാൽ കാണാം. ഇതിൻ്റെ അകത്ത് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തുനിന്നുള്ള ചപ്പൽ ഇടാറില്ല. ഇതിൻ്റെ അകത്ത് തന്നെ വേറെ ചപ്പലൊക്കെ ഉണ്ട്. അപ്പം ഇതാണ് വരുന്നത്. കുറച്ച് അതിൻ്റെ കൂടുകളും ബോക്സൊക്കെ വെച്ചിട്ട് എല്ലാവരും കോക്ടെയിലാണ് മെയിനായിട്ടുള്ളത്. കോക്ടെയിൽസാണ് കംപ്ലീറ്റ്. അതിൻ്റെ കൂടെ 1-2 ഫിഞ്ചസ് പോലത്തെ ഒരു പക്ഷിയും കൂടി ഉണ്ട്, ചെറിയത്. അപ്പം ഇതിലൊരു കൃഷിൻ്റെ പേരിങ്ങനെ പറയുന്നതൊക്കെ. കൃഷിയാണ് നമ്മളെ വീട്ടിൽ ആദ്യമായിട്ട് ഉണ്ടായിരുന്ന കുട്ടി. 2019 മുതൽ കോക്ടെയിലിനെ വാങ്ങാൻ തുടങ്ങിയതാണ്. അപ്പോൾ അതിലുണ്ടായ കുട്ടിയാണ്, ആദ്യത്തെ കുട്ടിയാണ് കൃഷി. അപ്പോൾ ഇതിലിപ്പോൾ ഉള്ളത് എല്ലാം കുട്ടികൾ തന്നെയാണ് ഫുൾ. പക്ഷേ അതിൽ കൃഷിയാണ് ഏറ്റവും ഫസ്റ്റിലുണ്ടായെന്ന് മാത്രം. പിന്നെ ഇതിൻ്റെ അകത്തൊക്കെ മുട്ടയുണ്ടോ നോക്കി നോക്കാം. ഇതിലാരോ ഉണ്ടോ? ആരില്ലാന്ന് തോന്നുന്നല്ലോ ഇതിലൊന്നും. കുഴപ്പമൊന്നുമില്ല. ഇതിലൊരാളുണ്ട്. കൃഷാണിത്. അല്ല, ഇതാ കണ്ണിന് ഇതുള്ളതാ. മുട്ടയുണ്ട് ഇതില്. ഓ ഉണ്ട്, ഒരു മുട്ടയുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോൾ കുറേ കാലമായിട്ട് കാണാത്തത് കൊണ്ട് കൈവച്ചാൽ വരുന്നില്ല. അതാ പനിക്കൂർക്ക വെച്ചിട്ടും വരുന്നുണ്ടായിരുന്നില്ല. കുറേ സമയം ഞാൻ ഇതിനെ കൈയും ഒന്നിച്ച് വെച്ചു. അപ്പം ഈ വരുന്നതാണ് കൃഷ്. ഇവനാണ് ഫസ്റ്റ് വരിക. ഇവനെന്നാലും പേടിയില്ല, ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു നല്ല ധൈര്യമുണ്ട്. ഇവൻ്റെ ഒരു പാർട്ട്ണറുണ്ട്, പേരും കൂടിയുണ്ട്. അതൊരു വൈറ്റാണ്. അപ്പോൾ ഇവൻ വരുന്ന കണ്ട് അവളും വരും മെല്ലനെ. ഇവനെ അടുത്ത് വന്നപ്പോഴാണ് കാണുന്നത് അവൻ്റെ കാല് ചെറുങ്ങനെ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറുങ്ങനല്ല, കുറച്ച് നന്നായിട്ട് തന്നെ മുറിഞ്ഞിട്ടുണ്ട്. നല്ലോണം ബ്ലഡൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പം ഇവനെ ഇനി പിടിച്ച് കുറച്ച് മഞ്ഞളൊക്കെ വെച്ച് കൊടുക്കണം. മഞ്ഞൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ 2 ദിവസം കൊണ്ട് അതങ്ങ് ഉണങ്ങിക്കോളും. ഇപ്പം എല്ലാവരും വരും. അവന് മനസ്സിലായി നമ്മൾ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നുണ്ട്. ഇത് കണ്ടിരുന്ന് മനസ്സിലാക്കിയാണ് എന്തായാലും മരുന്ന് വെച്ച് കൊടുക്കുന്ന അറിയാം. അപ്പം ഞാനും ഏച്ചി എല്ലാ പരിപാടിയും നോക്കുമായിരുന്നു. അപ്പോൾ ഏച്ചി മെല്ലനെ ഈ കൊത്തും. ഇവൻ്റെ അടുത്ത് കൊത്തൊക്കെ കിട്ടിയിട്ട് നല്ലോണം കൈയൊക്കെ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ പിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്തു, ഒരു തുണിയൊക്കെ വെച്ച് പിടിക്കാൻ നോക്കി, അത് പറ്റിയില്ല, അവനങ്ങ് പറന്നുപോയി. പിന്നെ നെറ്റ് വെച്ച് പിടിക്കാൻ നോക്കി. ഇങ്ങനെ കയ്യിൽ ഈ
ഇല വെക്കുന്ന സമയത്ത് ഇങ്ങനെ ബാക്കിൽ നിന്ന് പിടിക്കാൻ നോക്കി. അപ്പോൾ അവന് മനസ്സിലായി ബാക്കിൽ നിന്ന് പിടിക്കേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആണ്. അപ്പോൾ എൻ്റെ കൈ പൊന്തുന്നതിനനുസരിച്ചിട്ട് അവനങ്ങ് പറന്നു പോകും. കുറേ നേരം കുറേ കളിപ്പിച്ചിവ. അവസാനം നെറ്റ് കൊണ്ട് പിടിക്കാമെന്ന് വിചാരിച്ചു. നെറ്റ് കൊണ്ട് വീശിയിട്ടാണെങ്കിൽ എങ്ങനെയും കിട്ടുന്നില്ല. അത് നെറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഏറ്റവും മേലെ പോയി നിൽക്കും. അപ്പം മേലെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് തീരെ എത്തത്തില്ല അവിടെ. അത് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പിന്നെ അവിടത്തേക്കാണ് ഇവർ എസ്കേപ്പ് മോഡ് എന്നുള്ള രീതിയിൽ പോവുക. അപ്പം അതും വിട്ടു. അത് വിട്ടതിന് ശേഷം പിന്നെ ഏച്ചി ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ മുട്ടയൊക്കെ എടുത്ത് ആ ബോക്സ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ, മരുന്നും വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നോ എന്ന് പറഞ്ഞിട്ട് ഏച്ചി അങ്ങ് പോയി. അപ്പോൾ ഇത് ക്ലീൻ ഇത് എടുക്കുമ്പോഴാണ് മനസ്സിലായത് 1 അല്ല 4 മുട്ട ഉണ്ടായിരുന്നു എന്നുള്ളത്. ഒരെണ്ണം മാത്രം നടുക്കേക്ക് വന്നത്, ബാക്കിയെല്ലാം സൈഡിലേക്കായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അതെങ്ങനെയാണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം പോയിന, ഒരു മുട്ട മൊത്തമായിട്ട് കെട്ടുപോയിട്ടുണ്ട്. പക്ഷേങ്കിൽ നമ്മളതിനെ എടുത്ത് മാറ്റിയിട്ട് അത് ഇരിക്കാതിരിക്കണ്ട വിചാരിച്ചിട്ട് അതിനവിടെ തന്നെ വെച്ചു. പിന്നെ ഞാൻ ഏറ്റവും അവസാനം ചെയ്തൊരു കാര്യമാണ്, ഈ ഒരു പനിക്കുറുക്കയില്ലേ അതെടുത്തിട്ട് നെറ്റിൻ്റെ മേലെ വെച്ചു. അപ്പോൾ എല്ലാവരും താഴെ വന്ന് ഇറങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു തക്കത്തിൽ മെല്ലനെ ഈ മഞ്ഞൾ കലക്കിയിട്ട് ആ ഒരു പേസ്റ്റ് അതിൻ്റെ കാൽമേൽ വെച്ച് കൊടുക്കുക ചെയ്തത്. കുറച്ചധികം വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല വേദന ഉണ്ടായിരുന്നു. പിന്നെ അവൻ നടന്നുകൊണ്ടിരുന്നത് എങ്ങനെയൊക്കെയോ കാല് വേദനിച്ചിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കൈമലൊന്നും എടുത്തില്ല. എല്ലാ ഇലകളും അവിടെ താഴെ വെച്ച് കൊടുത്ത് അവർ വന്ന് കഴിച്ചോട്ടെ എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ എല്ലാവരും താഴെ ഇറങ്ങി വന്ന് എല്ലാവരും കൂടി ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. 1-2 മാത്രം നെറ്റിൻ്റെ സൈഡിൽ നിന്ന്. ബാക്കി ഇതിൻ്റെയൊക്കെ പേര് കേട്ടാൽ നല്ല രസമാണ്. കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെ പേരാണ്. ഇഷു ഉണ്ടല്ലോ, അവനാണ് ഇട്ടത്. ഹണി ബണി, അത് തന്നെ പോപ്പത്ത്, പിന്നെ വൈറ്റി, പേൾ, ഇതൊക്കെയാണ് ഇവരുടെ പേര്. പിന്നെ കൃഷിനും ഈ ഒരു വൈറ്റാന്ന് തോന്നുന്നു, കൃഷിൻ്റെ അടുത്തുള്ള വൈറ്റാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇവർക്കൊരു കുട്ടിയുണ്ട്, അതിൻ്റെ പേരെന്തായിരുന്നു പുതിയ ഇട്ടെന്നുള്ള ഓർമ്മയില്ല. ഇതാണ് പോപ്പത്ത്, ആ ഒരു ഫുൾ ഇതായിട്ടുള്ള. പിന്നെ ബനാനയോ അങ്ങനെ ഒരു പേരൊക്കെ ഉണ്ട്, മറന്നുപോയി. ഇവരെ വിളിക്കാണ്ട് അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മനസ്സിലാവും ഇന്ന ആൾക്കാരാണ് ഇത് എന്നൊക്കെ. അത് ഓരോന്നിനും ഓരോ സ്പെഷ്യാലിറ്റിയാണ്. ഒന്നിനും ഒരു കണ്ണിന് ചെറിയൊരു വെള്ളം വരുന്നുണ്ട് കണ്ണെന്ന്, അത് പിന്നീട് അത് ശരിയായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബോക്സ് ആയിരുന്നു ഇത്. നേരത്തെ മുട്ട കണ്ടിട്ടുണ്ടായിരുന്നില്ല, അത് അതിൻ്റെ ബോക്സ് ആയിരുന്നു. ഇതാണ് ചെറിയ ഞാൻ പറഞ്ഞ പക്ഷികൾ. ഇത് അങ്ങനെ താഴെ വരത്തില്ല, അത് ഏറ്റവും മേലത്ത് നിന്നിട്ട് ഇങ്ങനെ കരയിൽ മാത്രമുള്ള ഒരു ഈ ഒരു ബീച്ച് സൈഡിലൊക്കെ പോയാലുള്ളൊരു വൈബ് കിട്ടത്തില്ലേ, അങ്ങനെ ആ ഒരു വൈബ് കിട്ടും അതിൻ്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ. അപ്പം അതിടയ്ക്ക് വരും, അധികം വരാറൊന്നുമില്ല. താഴേക്ക് ഇറങ്ങിയിട്ട് നമ്മളുണ്ടാകുമ്പം അത് ഏറ്റവും ഭയങ്കര പേടിയുള്ള പക്ഷികളാണ്. അപ്പം ഇവിടുന്ന് കൂട്ടുന്ന ഇറങ്ങായി. ഇനി അവർ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു. ഇനി കുറേ നേരം നിന്നു. എനിക്ക് തോന്നുന്നു 1 മണിക്കൂറിൻ്റെ അടുത്തായിട്ട് ഇതിൻ്റെ അകത്ത് നിന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് എന്നെ സമയം പോകുന്ന മനസ്സിലാവത്തില്ല. അപ്പോൾ എല്ലാവരോടും ഒരു ടാറ്റയൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഈ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വരുന്ന കനാലാണ്. അപ്പം ഈ മുറ്റത്ത് നിറച്ചും രാത്രിയാകുമ്പോൾ കുറുക്കന്മാരൊക്കെ കയറിയിട്ട് ഫുൾ അവരുടെ കളിയാണ്. ഒരു ഫാമിലി അടക്കമാണ് വരുന്നത്. അപ്പം പണ്ട് ഇവിടെ ഈ നായ്ക്കളും കുറുക്കന്മാരും തമ്മിൽ കുറേ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നായയുടെ ലീഡറൊക്കെ വന്ന് അതിനെ അങ്ങോട്ട്, ഈ ഒരു കാട്ടിൻ്റെ കാടല്ല പറമ്പ് തന്നെയാണത്, പക്ഷേ അവിടെ ഫുൾ പുല്ല് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് കുറുക്കന്മാരുടെ സെൻറ്ററായിട്ട് മാറിയതാണ്. അപ്പോൾ അവിടെ നിന്ന് കുറേ ഫൈറ്റും കാര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊക്കെയാണ് ഫുൾ കുറുക്കന്മാർ കളിക്കുക. അതേപോലെ തന്നെ പാമ്പ്. അതുകൊണ്ട് ഇങ്ങനെ ഇവിടെയൊക്കെ പോകുമ്പോൾ പേടിയാണ്, എന്തൊക്കെയാണ് ഉണ്ടാവുകയെന്ന് പറയാൻ പറ്റില്ല. പിന്നെയുള്ളത് ഈ അപ്പം മേലെ നാൾ പണിയെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ഈ മരത്തിൻ്റെ മേലെയൊക്കെ അപ്പുറത്ത് നിറച്ചും മരങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ കുറേ കാലം കോഴിയൊക്കെ ഉണ്ട്. അപ്പോൾ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ അതിനെയൊക്കെ കാണാൻ പറ്റും. പിന്നെ ഞാൻ അകത്ത് കയറിയിട്ട് കൈയൊക്കെ ഒന്ന് ഫുള്ളൊന്ന് കഴുകി വൃത്തിയാക്കി. അന്നേരം ആൻറ്റി ഒരു മാങ്ങയൊക്കെ എടുത്ത് വെച്ചായിരുന്നു. അയ്യോ, അടിപൊളി ടേസ്റ്റുള്ള മാങ്ങയായിരുന്നു. മാങ്ങയും കഴിച്ച് കേശുവിൻ്റെ സൂപ്പർ ഹീറോ കളക്ഷൻസാണ് കുറേ ഉണ്ട്. അതൊക്കെ ഒരു ദിവസം ഞാൻ കാണിച്ചു തരാം, അവനും കൂടിയുള്ള സമയത്ത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് അവൻ കാണിച്ചു തരും. അങ്ങനെ ഇതാണ് ആ മാങ്ങയും കഴിച്ച്
പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി വേഗം തന്നെ ഇറങ്ങി ഉച്ചയായി കഴിഞ്ഞു. അപ്പം നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക. അപ്പോഴേ എന്നെ അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടൂ. സോ ബൈ.